മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്ന പരമപ്രധാനമായ കാര്യം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അവിടുന്ന് നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്ന മാസമാണ് ശഅബാൻ മാസം. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയെ, പ്രവാചകരെ, അങ്ങ് ശഅബാനിൽ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ മറ്റു മാസങ്ങളിലൊന്നും നോമ്പനുഷ്ഠിക്കുന്നതായി അങ്ങയെ കാണാൻ കഴിയുന്നില്ലല്ലോ. എന്താണ് ശഅബാനിൽ അങ്ങ് ധാരാളമായി നോമ്പനുഷ്ഠിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, ദാലിക ശഹ്റുൻ യഗ്ഫിലു നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിമുൻ. ഇമാം നസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാരണം പറഞ്ഞത്, റജബിന്റെയും റമദാനിന്റെയും ഇടക്ക് ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണത്. റജബ് ഒരു പ്രത്യേകമായ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പരിപാവനമായ 4 മാസങ്ങളിൽ ഒരു മാസം എന്ന നിലക്ക് ആളുകൾ സൂക്ഷ്മത കാണിക്കും. അതുപോലെ തന്നെ റമദാനിന്റെ സൂക്ഷ്മതയും നമുക്കറിയാം. എന്നാൽ അത് രണ്ടിനുമിടയിൽ ആളുകൾ പലപ്പോഴും ശ്രദ്ധ കാണിക്കാതെ അശ്രദ്ധമായി കൊണ്ട് കഴിച്ചുകൂട്ടുന്ന മാസമാണ് ശഅബാൻ. എന്നാലോ ആ മാസം വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനിലേക്ക്, അഥവാ ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവിങ്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണത്. കർമ്മങ്ങൾ പ്രത്യേകം ഉയർത്തപ്പെടുന്ന മാസമാണത്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ യുർഫഅ അമലി, എൻ്റെ അമൽ ഉയർത്തപ്പെടുമ്പോൾ, എൻ്റെ അമൽ ഉയർത്തപ്പെടുന്നത് വ അന സായിമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമൽ ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ശഅബാനിൽ ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ്. റമദാനിലെ പോലെ ശ്രദ്ധയുണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ മുമ്പേ വരുന്ന ഈ ശഅബാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ആ മാസം എന്ന് പറയുന്നത് ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാണ്. എന്നാലോ ആ മാസത്തിന് പ്രത്യേകതയുണ്ട്. കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രത്യേകമായ മാസമാണത്. അതുകൊണ്ട് ആ മാസത്തിൽ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആളുകൾ അശ്രദ്ധമാകുന്ന സമയങ്ങളിലൊക്കെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വലിയ പുണ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അധിക പേരും അശ്രദ്ധമാകുന്ന നേരമാണ് സുബഹിയുടെ ജമാഅത്ത്. സുബഹിയുടെ ജമാഅത്തിനെന്തേ ഇത്ര ശ്രേഷ്ഠത? ആളുകളൊക്കെ അശ്രദ്ധമാകുന്ന നേരത്ത് അതിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ പുണ്യമുണ്ട്. അതുപോലെ തന്നെ രാവിന്റെ അവസാന യാമങ്ങളും ആ സമയത്തുള്ള നിസ്കാരവും ആ സമയത്തുള്ള ദുആകളുമൊക്കെ ഏറെ പ്രാധാന്യമായത് എന്തുകൊണ്ടാണ്? ആളുകളൊക്കെ അശ്രദ്ധമായി ഉറങ്ങിക്കിടക്കുന്ന നേരമാണ്. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, നിങ്ങൾ രാത്രിയിൽ നിസ്കരിക്കണേ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ. അപ്പൊ ജനങ്ങൾ അശ്രദ്ധമാകുന്ന നേരത്ത് നമ്മൾ വളരെ ശ്രദ്ധ കാണിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണല്ലോ. ആളുകളൊക്കെ ശ്രദ്ധിക്കാതെ അശ്രദ്ധ കാണിക്കുന്ന കാലത്തും സമയത്തുമൊക്കെ ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പ്രത്യേകം താല്പര്യം കാണിക്കുമ്പോൾ അതവന് നന്മയോടുള്ള ആർത്തിയും നന്മയോടുള്ള അവൻ്റെ ആഗ്രഹവുമാണ് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് അതിന് വലിയ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ച എന്നോടും നിങ്ങളോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ മാസത്തിൽ ഇതര മാസങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോമ്പുകൾ വർദ്ധിപ്പിക്കണം. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം,
ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിനെ പോലെ ഇത്രയധികം നോമ്പെടുത്ത ഒരു മാസമുണ്ടായിരുന്നില്ല. അവിടുന്ന് ശഅബാൻ മുഴുവനും നോമ്പെടുത്തിരുന്നു. ശഅബാനിനെ പോലെ നോമ്പെടുത്ത ഒരു മാസം വേറെ ഉണ്ടായിട്ടില്ല. എന്നാൽ ശഅബാനിൽ മുഴുവനും നോമ്പെടുത്തു എന്നാണ് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ശഅബാൻ 30 നോമ്പെടുത്തു എന്നാണോ? അല്ല, അത് മഹദി തന്നെ നമുക്ക് വിശദീകരിക്കുന്നുണ്ട്. മുഴുവനും ചെയ്തു എന്ന് പറയുന്നത് ഏറെക്കുറെ എല്ലാം ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉമ്മ തന്നെ പറയുന്നുണ്ട്, വഅൻഹാ ഖാലത്ത്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ഹത്താ നഖൂല ലാ യുഫ്തിറു വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂം വമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തക്മല സിയാമ ശഹ്രിൻ ഖത്തു ഇല്ലാ റമദാൻ വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്സറ മിൻഹു സിയാമൻ ഇല്ലാ ഫീ ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ധാരാളം നോമ്പെടുക്കും. അപ്പൊ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, അവിടുന്ന് നോമ്പ് മുറിക്കുന്ന ദിവസമില്ലല്ലോ, എന്നും നോമ്പാണല്ലോ. പലപ്പോഴും റസൂലുള്ള നോമ്പ് എടുക്കാത്ത ദിവസങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും, അല്ലാഹുവിന്റെ റസൂൽ ഇപ്പൊ നോമ്പ് എടുക്കുന്നേ ഇല്ലല്ലോ എന്നൊക്കെ പറയും. റമളാൻ അല്ലാത്ത കാലത്തെക്കുറിച്ചാണ് പറയുന്നത്, സുന്നത്ത് നോമ്പുകളുടെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, മഹദി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ അല്ലാത്ത ഒരൊറ്റ മാസത്തിലും പൂർണ്ണമായി നോമ്പെടുത്തിട്ടില്ല. മാസം പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തത് ഏത് മാസം മാത്രമാണ്? റമളാൻ മാത്രമാണ്. അതേ അവസരത്തിൽ വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്സറ മിൻഹു സിയാമൻ ഇല്ലാ ഫീ ശഅബാൻ, ഏറ്റവും കൂടുതൽ നോമ്പെടുത്തുകൊണ്ട് അധികവും നോമ്പുകാരനായി കഴിഞ്ഞ മാസം ശഅബാൻ അല്ലാതെയും ഞാൻ കണ്ടിട്ടില്ല. ഇനി മുസ്ലിമിന്റെ തന്നെ റിവായത്തിൽ വീണ്ടും നമുക്ക് കാണാം, കാന യസൂമു ശഅബാന ഇല്ലാ ഖലീലാ, ശഅബാൻ അവിടുന്ന് നോമ്പെടുക്കും, ഇല്ലാ ഖലീല, വളരെ കുറഞ്ഞതല്ലാത്തൊക്കെ നോമ്പെടുക്കും. അപ്പൊ പൂർണ്ണമായി നോമ്പെടുത്തത് നിർബന്ധ നോമ്പായ റമളാനിൽ മാത്രമായിരുന്നു. അത് കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം എടുത്തത് ശഅബാനിലായിരുന്നു. ഇതാണ് സഹോദരന്മാരെ ശഅബാനിലേക്ക് പ്രവേശിച്ച എന്നോടും നിങ്ങളോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്.